ബാംഗ്ലൂർ ലൈഫ് എങ്ങനെ ഉണ്ടായിരുന്നു? എൻ്റെ ലൈഫിൽ ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് അത് തന്നെയാണ്. എത്ര വർഷം ഉണ്ടായിരുന്നു അവിടെ? ഒരു 20 വർഷം ഉണ്ടായിരുന്നു. 20 years? യെസ്. സ്കൂളിങ്ങും ഡിഗ്രി വരെ അവിടെയാണ് പഠിച്ചത്. ബാംഗ്ലൂർ തന്നെ കന്നഡ നല്ല വശമായിരിക്കുമല്ലോ. ചെനാഗോത്ത്. ഈ ലേലു അല്ലു എന്ന് പറഞ്ഞാൽ എന്തുവാ? ആ സത്യം പറഞ്ഞ ആ സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ഭാഷയാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. മുദ്ദുകവോ? അല്ല, അതല്ല, അതിനകത്ത് ഉണ്ടാക്കിയ ഒരു ഭാഷയാണ് ആ സിനിമയില്. അതെ. ഞാൻ സത്യത്തിൽ അത് ഒറിജിനൽ ആണെന്നാ ഞാനും നമ്മുടെ പ്രേക്ഷകരൊക്കെ വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെയാണ്. അപ്പൊ അതിനെന്താണ് പറയുന്നത്? ഈ ലേലു അല്ലു എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഐ ലവ് യു എന്നുള്ളതിന് എന്ത് പറയും? നാനു നിന്നു പ്രീതിസുത്തേനെ. അയ്യോ, ഇത്രയും എന്തിനാ? നാനു നിന്നു പ്രീതിസു. അല്ല, എനിക്ക് തെറ്റി. ചുമ്മാതല്ല ആരും വരാത്ത കല്യാണം കഴിക്കാൻ. കാരണം ഈ എന്നെ കല്യാണം കഴിക്കാമെന്ന് പറയുന്നത് എന്ത് പറയും? നന്നു മದುವೆ ಮಾಡಿ. അത് കുറച്ചുകൂടെ എളുപ്പമാണ്. നാനു മದುವೆ ಮಾಡಿയാ? നന്നു എന്നെ നന്നു മದುವೆ കല്യാണം ಮಾಡಿ ചെയ്യോ? നന്നു മದುವೆ ಮಾಡಿ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കല്യാണം കഴിക്കുമോ? പക്ഷെ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറയുന്നത് അതിനെക്കാട്ടി നീളമുണ്ടല്ലേ. അതെന്താ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത്? ನಾನು ನಿನ್ನನ್ನು ಪ್ರೀತಿಸುತ್ತೇನೆ. ನಾನು ನಿನ್ನನ್ನು പ്രീതിസുത്തേനെ എന്ന് വെച്ചാൽ ഐ ലവ് യു. അപ്പൊ പറയാണ് എനിക്ക് ഇഷ്ടമല്ല, നീ പോയി പണി നോക്കെന്ന് പറയുന്നതിന് എന്ത് പറയും? അയ്യോ, നിന്നു ഇഷ്ടമല്ല, നീನು ಹೋಗಿ ನಿನ್ ಕೆಲಸ ಹೋಗಿ ನೋಡು. വേണ്ടല്ലേ, നമുക്ക് ഈ കളി ശരിയാവില്ല. ഈ അനൂപ് നന്നായിട്ട് കീബോർഡ് വായിക്കും എന്ന് പറയുന്നതിന് അത് എങ്ങനെ പറയും? അനൂപ് ಅವರು ತುಂಬಾ ಚೆನ್ನಾಗಿ കീബോർഡ് വെച്ചൊന്നും അല്ലമേ. ചെറിയ ബെച്ചൊന്നുമല്ല, അവൻ വലിയ ആളാണ്. ശരിക്കുള്ള പറ. അതന്നെ അനൂപ് ಅವರು എന്ന് വെച്ചാ റെസ്പെക്ട് പോലെ ചേട്ടൻ എന്നൊക്കെ പറയുന്നത്. വേണ്ട ചേട്ടാ, സോറി ചേട്ടാ, അവന് റെസ്പെക്റ്റേ വേണ്ട. അവന് വേണ്ടത് വേറെ കാര്യമാണ്. കാരണം അവന് അനൂപ് ತುಂಬಾ ಚೆನ್ನಾಗಿ കീബോർഡ് അയ്യോ, എനിക്കെന്നെ തെറ്റി. ചെമ്പട്ട് പിന്നെ ಚೆನ್ನಾಗಿ നന്നായി ಓದಿಸುತ್ತಾನೆ. താനെ അപ്പൊ നനു ചെന്നത്തി ഓദിസുത്താര. അനൂപ് ಚೆನ್ನಾಗಿ കീബോർഡ് ഓദിಸುತ್ತಾನೆ എന്നുവെച്ചാല് ചേട്ടൻ പ്ലിങ് അടിച്ചു. അതായത് അനൂപ് നന്നായി കീബോർഡ് വായിക്കും. ഇപ്പം അനൂപ് പറയാണ്, അങ്കിതേ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അങ്കിതയെ കാണാൻ, എന്നെ ഒന്ന് ഫോൺ ചെയ്യൂ. ಅಂಕಿತ, ನನಗೆ ನಿನ್ನ ತುಂಬಾ ಇಷ್ಟ ಆಗಿದೆ, ನಿನ್ನ ನಂಬರ್ ಕೊಟ್ಟಿದ್ರೆ ನಾನು ಫೋನ್ ಮಾಡ್ತೀನಿ. നമ്പർ കൊട്ടിതേ അല്ലേ? കൊട്ടിദ്ദേ. നിന്റെ നമ്പർ എല്ലാം കൂടെ കൊട്ടിയിട്ട് കൊടുക്കാൻ നീ രക്ഷപ്പെട്ട്. ഏതായാലും എനിക്ക് വേണ്ട കേട്ടാ, എനിക്ക് കൊട്ടണ്ട. ഒരെണ്ണം കൊട്ടിയിരിപ്പുണ്ടല്ലേ, അത് മതി. അപ്പൊ അങ്ങനെ ബാംഗ്ലൂർ ലൈഫ് അടിച്ചു പൊളിച്ചു അല്ലേ? അടിച്ചു മെമ്മറീസ് ഏറ്റവും കൂടുതൽ ബാംഗ്ലൂർ തന്നെയാണ്. ബാംഗ്ലൂർ എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് പബ് ഉണ്ടല്ലോ. പബ്ബിൽ പോയിട്ടുണ്ടോ? സത്യം പറയാലോ, കള്ളം പറയരുത്. ഇല്ല, സത്യം. ഇപ്പൊ പറയാൻ പോണ കള്ളമാണ്. അല്ല, സത്യം. ഇല്ല, കള്ളമാണ്. സത്യം, ഗോഡ് പ്രോമിസ്. ഞാൻ ഇതുവരെ എൻ്റെ ലൈഫിൽ അതൊരു തീരാത്തൊരു സംഭവം തന്നെയാണ്. ഞാൻ ഇതുവരെ ബാംഗ്ലൂരിൽ ഒരു പബ്ബിൽ പോലും പോയിട്ടില്ല. ഒരിക്കലും നടക്കാത്തൊരു സംഭവം. ഞാൻ ഇതുവരെ പോയിട്ടില്ല. അതെന്റെ ഒരു ആഗ്രഹമാണ്. ഇനി വേണം ഒന്ന് പോവാൻ. ഇനി എപ്പോ? അറിഞ്ഞൂടാ. ഈ പക്ഷി മൃഗാദികളോടൊക്കെ എങ്ങനെയാണ്? ഈ പ്രകൃതി, പക്ഷി കണ്ടോണ്ടിരിക്കാൻ ഇഷ്ടം, പക്ഷെ ഭയങ്കര പേടിയാണ്. അങ്ങനെ അറിഞ്ഞൂടാ. അടുത്ത് വരുമ്പോ തന്നെ ഒരു വീട്ടിലെ അങ്ങനെ മൃഗങ്ങളൊന്നുമില്ല. പട്ടി, പൂച്ച. അനിയത്തിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്ക് പേടിയുള്ളതുകൊണ്ട് ഞാൻ പിന്നെ സമ്മതിപ്പിച്ചില്ല. അച്ഛനും കുഴപ്പമില്ല. അപ്പൊ എന്താണ് ഈ പേടി? ബേസിക്കലി എനിക്ക് അറിഞ്ഞൂടാ, നല്ല പേടിയാണ്. ഒരു ഡിസ്റ്റൻസ് വെച്ച് കണ്ടോണ്ടിരിക്കാൻ എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ അടുത്ത് പോകാൻ. ഇപ്പൊ ഒരു പൂച്ച കൊണ്ട് തന്നാലോ? ഈശ്വരാ, നമ്മളിവിടെ ഒരു പൂച്ച സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ല, ആ പൂച്ചയെ വെറുതെ മടിയിലിരുത്തിയാൽ മാത്രം മതി. ഒന്നും കടിക്കത്തില്ല. ഇവിടെ വളർത്തുന്ന പൂച്ചയാ. ഇവിടെ ഇങ്ങനെ തൊടുന്നതിന് കുഴപ്പമില്ല, മടിയിലൊക്കെ ഇല്ല. ആ പൂച്ച കൊണ്ട് തരും, എടുത്ത് മടിയിലിരുത്തിയാ മതി. അതെ, ആ പൂച്ച എടുത്തേ. അതോ ഒരു കൊച്ചു പട്ടിയുണ്ട്, അതിനെ വേണോ? വേണ്ട, പൂച്ച മതി. പൂച്ചയാണ് ഭേദം. ആണോ? പൂച്ച കടിക്കില്ലല്ലോ, മാന്തത്തല്ലേ ഉള്ളൂ. അല്ല, ഇവിടെ വളർത്തുന്ന പൂച്ച അങ്ങനെ കടിക്കത്തില്ല.
ഈശ്വര. അടുത്ത് വന്നു. ഇവിടെ കാണും. ഇല്ല, വന്നില്ല. ഇല്ല. പേടിച്ചില്ലല്ലോ അല്ലേ? ഇല്ല, നല്ല രസമായിരുന്നു. ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ഒന്ന് കണ്ടു നോക്കിക്കോട്ടെ.